ഇവിടെ ആകെ കേരളം ചെയ്യുന്നത് എന്തെന്നറിയോ? കേരളം ചെയ്യുന്ന കുറച്ച് സ്ഥലം കണ്ടെത്തി കൊടുക്കും. ഈ സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഒരു മന്ത്രിയും ഇങ്ങനെ ഒരു സർക്കാരും? പണി ചെയ്യുന്ന അത്രയും അവരല്ലേ. എന്നിട്ട് ഈ പണി അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കേന്ദ്ര പദ്ധതിയിൽ നിന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പേ നിന്ന് ഞാൻ എൻ്റെ അമ്മായി അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് റീൽസ് ഇട്ട് ചേട്ടാ, ഇതിനകത്ത് ഈ റിയാസിന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് എത്ര ലൈക്ക് കയറേണ്ട റീല് വരേണ്ട ദിവസമായിരുന്നു, എത്ര റീല്. അദ്ദേഹം അതിന്റെ മുന്നിൽ നിന്ന് ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന് ഇതെല്ലാം എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് റീല് വിട്ട് ഇന്നൊന്ന് റീച്ച് ആവേണ്ട സമയത്ത് അതെല്ലാം പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റീച്ച് നഷ്ടപ്പെട്ടതിന്റെ സങ്കടമാവാം. പ്രസാദ്, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നറിയോ? എന്തുകൊണ്ട് BJP ക്ഷണിച്ചില്ലെന്ന് ചോദിച്ചാൽ, ഇത് ഇന്നിപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അതായത് എറണാകുളം ജില്ലയിൽ പ്രശാന്തിനെ പോലെയും എന്നെ പോലെയും ജീവിതം കരുപിടിപ്പിക്കാനായി വന്നു കിടക്കുന്ന നിരവധി പേരുള്ള ഒരു സ്ഥലം. അവിടെ മോദിജി വന്നിറങ്ങുമ്പോൾ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വികസനം, ഇത് എറണാകുളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റു ജില്ലകൾ വികസിക്കാത്തതെന്നല്ല, ദിവസേന വികസിക്കുന്ന. അതെ, ദിവസേന വികസിക്കുന്ന. ഇപ്പം എറണാകുളത്തിന് കൊള്ളാൻ കഴിയുന്നില്ല. കാര്യം ഇവിടെ നമ്മളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ട് കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ അത്രയ്ക്ക് ആളായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വികസന നേട്ടം എന്ന് പറയുന്ന ഒരു പ്രക്രിയ BJP ചെയ്യുന്നിടത്ത് അതിന്റെ അവകാശം, അതിന്റെ അട്ടിപ്പേറ് ഞങ്ങൾക്കും കൂടെ ആണെന്ന് പറഞ്ഞ് ഒന്നും ഒച്ചം പറ്റി ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം വെച്ച് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ ആവും.